എന്താണ് കാർലോ നിങ്ങൾ ഈ കാണിച്ചത്? നെയ്മർ ജൂനിയറിനെ എന്തുകൊണ്ട് നിങ്ങൾ കളിക്കാൻ ഇറക്കിയില്ല? നിങ്ങൾ ആൻസർ തന്നേ മതിയാവൂ. നെയ്മർ ജൂനിയർ ഇന്നലെ ബെഞ്ചിലായിരുന്നു. ഇന്നലെ ജപ്പാനുമായിട്ടുള്ള മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം ജപ്പാനുമായിട്ട് വലിയ ഒരു പെർഫോമൻസ് ഹിസ്റ്ററി ഉള്ള പ്ലെയർ ആണ് നെയ്മർ ജൂനിയർ. ജപ്പാനുമായി കളിച്ച 5 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകളും 3 അസിസ്റ്റുമാണ് നെയ്മറുടെ കയ്യിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ആ നെയ്മറെ ജപ്പാനുമായിട്ട് കളിക്കാൻ കാർലോ ആൻചെലോട്ടി എന്ന മാനേജർ ഇറക്കിയില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇന്നലെ കളിക്ക് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ഈ ക്വസ്റ്റ്യൻ കാർലോ ആൻചെലോട്ടിക്കെതിരെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് കാർലോ പറഞ്ഞ ഒരു ആൻസർ ഏകദേശം കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് തോന്നിയ ആ ഒരു സംഭവം തന്നെയാണ് എന്തുകൊണ്ട് നെയ്മറെ ഇറക്കിയില്ല എന്നുള്ളത്. കാർലോ പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ എൻട്രിക്കിനെ ഇറക്കാൻ തീരുമാനിക്കുന്നു. സോ അത് ഗോള് തിരിച്ചടിക്കുക എന്നുള്ള ഒറ്റ മെന്റാലിറ്റിയിലാണ് എൻട്രിക്കിനെ കൊണ്ടുവരുന്നത്. സോ നെയ്മറെ നമുക്കറിയാം, നെയ്മറുടെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നെയ്മറെ ഫുൾ ടൈം കളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫിൽ 45 മിനിറ്റ് കളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതും സംശയത്തിലാണ്. അപ്പോൾ നമുക്കറിയാം നെയ്മർ എങ്ങനെയായാലും 60 മിനിറ്റിന് ശേഷമേ നെയ്മർ വരാൻ സാധ്യത ഉള്ളൂ എന്നുള്ള കാര്യം അറിയാം. അപ്പൊ നെയ്മർ എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ ഇറക്കില്ല. അപ്പോൾ കാർലോ എൻട്രിക്കിനെ വിടുന്നു. സോ പതിയെ ബ്രസീൽ തിരിച്ച് ഗോൾ അടിക്കുന്നു. അപ്പൊ 1-1 എന്ന സ്കോറിൽ പോകുമ്പോൾ കാർലോ പറയുന്നത് നമ്മൾ അവരോട് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. സോ ഇനിയിപ്പോ അതൊരു എക്സ്ട്രാ ടൈമിലേക്ക് കളി പോവാൻ ചാൻസ് ഉണ്ട്. സോ നെയ്മർ നേരത്തെ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈമും കൂടി കളിക്കാൻ നെയ്മറെ കൊണ്ട് കഴിയുമോ, അതിനുള്ള ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട്. അതുകൊണ്ടാവാം നെയ്മറെ എക്സ്ട്രാ ടൈമിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് കാർലോ ആൻചെലോട്ടി ഇന്നലെ പറഞ്ഞത്. ശരിക്കും അത് തന്നെയാണ് ശരി. എനിക്ക് കാർലോ ആൻചെലോട്ടിയുടെ ആ ഒരു പ്ലാനിനോട് തികച്ചും 100% ഞാൻ യോജിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ 100% യോജിക്കുമ്പോഴും എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് ലൂക്കസ് പാക്കറ്റോയെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം ലൂക്കസ് പാക്കറ്റോ ആണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുന്നത്. ഒരു പ്ലേ മേക്കർ റോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലൂക്കസ് പാക്കറ്റോ ആണ്. കഴിഞ്ഞ ഇത്രയും മത്സരങ്ങൾ എടുത്ത് നോക്കുമ്പോഴും പാക്കറ്റോയുടെ ഭാഗത്ത് നിന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേ മേക്കിംഗ് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു സത്യമാണ്. സോ ആ പൊസിഷനിലേക്ക് നെയ്മർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല. ഇന്നലെ നെയ്മർ ഒരു 60 മിനിറ്റിന് ശേഷം വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ 90 മിനിറ്റ് വരെ ആ ഗോളിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനു മുമ്പേ ബ്രസീൽ ഗോൾ അടിക്കുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നെയ്മറുടെ ഇഞ്ചുറിയെ നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇനി മുമ്പോട്ടുള്ള മത്സരങ്ങളിൽ നമുക്ക് നെയ്മറെ ആവശ്യമുണ്ട്. സോ കാർലോ ആൻചെലോട്ടിയെ സംബന്ധിച്ചിട്ട് ഞാൻ പറയാലോ, പുള്ളിക്ക് നെയ്മറെ നല്ല ആവശ്യമുണ്ട്. ആവശ്യമുള്ള ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം അയാൾ നെയ്മറെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് സത്യം. ഞാൻ വിശ്വസിക്കുന്നത് നെയ്മറെ ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കുക. നെയ്മർക്ക് പരിക്കുള്ള നെയ്മർ എന്ന പ്രതിഭയോട് കാർലോ ആൻചെലോട്ടിക്ക് എന്നല്ല ഫുട്ബോൾ ലോകത്തുള്ള ആർക്കും യാതൊരു എതിർപ്പില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നെയ്മറെ വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നെയ്മർ എന്ന് പറയുന്നത് കാർലോ ആൻചെലോട്ടിയുടെ ഒരു ബ്രഹ്മാസ്ത്രമായിട്ട് പുള്ളി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാർലോ ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് കാർലോ ആൻചെലോട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. നെയ്മർ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 60 മിനിറ്റിന് മുമ്പ് വന്നിട്ട് ചിലപ്പോൾ നെയ്മർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുമായിരിക്കും, നല്ല കാര്യം ചെയ്യാം. പക്ഷെ നെയ്മർക്ക് ഒരു പരിക്ക് പറ്റിയാലെന്ത് ചെയ്യും? നെയ്മർക്ക് പരിക്ക് പറ്റാൻ വളരെ സാധ്യതകൾ കൂടുതലാണ്. ഓൾറെഡി ആള് ഫിറ്റ് അല്ല. അപ്പൊ പരിക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും കളികൾ മുമ്പോട്ട് കിടക്കുകയാണ്. ഇനി റൗണ്ട് ഓഫ് 16 ആയിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ നെയ്മറെ സേവ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി പുള്ളിക്കുണ്ട്. ഒരുപക്ഷെ ഇന്നലെ 1-1 സ്കോറിൽ കളി അവസാനിച്ച് എക്സ്ട്രാ ടൈമിലേക്ക് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നെയ്മർ വരുമായിരുന്നു. നെയ്മർ വന്നു കഴിഞ്ഞാൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുകയും ഗോൾ വീഴുകയും ചെയ്യാറുണ്ട്. ഇന്നലെ ബ്രസീൽ ജയിക്കുകയും ചെയ്യുമായിരുന്നു. കാര്യമൊക്കെ ശരിയാണ്. അപ്പോൾ കാർലോ ആൻചെലോട്ടി പറഞ്ഞിരുന്ന ആ ഒരു പ്ലാൻ അതാണ്. പക്ഷെ നെയ്മറെ പുള്ളി ഇറക്കാൻ വെച്ചിരുന്ന ആ ഒരു സമയത്തിന് മുമ്പ് ബ്രസീൽ കളി ജയിച്ചു. അതുകൊണ്ടിട്ടാണ് നെയ്മറെ ഇറക്കാഞ്ഞത്. അല്ലാതെ നെയ്മറെ പുള്ളിക്ക് വേണ്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ നെയ്മർ വന്നാൽ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു ധാരണ ആൻചെലോട്ടിക്ക് ഉള്ളത് കൊണ്ടോ നെയ്മറോട് ആൻചെലോട്ടിക്ക് എന്തെങ്കിലും വിരോധം ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. ഒക്കെ ടാക്ടിക്സിന്റെ ഭാഗം തന്നെയാണ്. സോ നെയ്മർ സേഫ് ആണ്. പിന്നെ നെയ്മർ എന്ന് പറയുന്നത് ബ്രസീൽ എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ച് നെയ്മർ അവരുടെ ലെജൻഡാണ്, അവരുടെ എല്ലാമാണ്. പിന്നെ നമ്മളിവിടെ നോക്കി കാണേണ്ടത് കാർലോ ആൻചെലോട്ടി എന്ന മാനേജറാണ്. കാർലോ ആൻചെലോട്ടി എന്ന മാനേജറെ സംബന്ധിച്ചിട്ട് ആൾക്ക് ഒരു ലെജൻഡറി പ്ലെയർ അല്ലെങ്കിൽ ഒരു പ്ലെയറിനെ പോയിന്റ് ഔട്ട് ചെയ്തുള്ള കളി അങ്ങനെയൊന്നുമില്ല. പുള്ളിക്ക് എല്ലാ പ്ലെയേഴ്സും ഒരേപോലെയാണ്. പുള്ളി ഒരു ടീം വർക്കാണ് അവിടെ നടക്കുന്നത്. എല്ലാ പ്ലെയേഴ്സിനും ഒരേ വാല്യൂ ആണ് പുള്ളി കൊടുക്കുന്നത്. അല്ലാതെ നെയ്മർ ഉണ്ട് അതുകൊണ്ട് നെയ്മറെ തന്നെ കളിപ്പിക്കണം, നെയ്മറെ കൊണ്ട് അടിപ്പിക്കണം, നെയ്മറെ കൊണ്ട് കളിപ്പിക്കണം, അങ്ങനെ ഒരു സംഗതി അവിടെ ഇല്ല. നെയ്മറെ പോലും പുള്ളിയുടെ ടാക്ടിക്സിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരു പ്ലെയറിനെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുക എന്നുള്ളൊരു ഗെയിം അല്ല കാർലോ ആൻചെലോട്ടി ബ്രസീലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ബ്രസീലിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ നെയ്മർക്ക് വേണ്ടി കളിക്കുന്ന ബ്രസീൽ അല്ല, അത് ബ്രസീലിന് വേണ്ടി കളിക്കുന്ന പ്ലെയേഴ്സ് ആണ് അവിടെ ഉള്ളത്. നെയ്മർ പോലും കളിക്കുന്നത് ബ്രസീലിന് വേണ്ടിയിട്ട് കളിക്കുകയാണ്. അപ്പോൾ കാർലോ ആൻചെലോട്ടി എന്ന മാനേജർ നമുക്കറിയാം
നെയ്മർ ഇത്തവണ വേൾഡ് കപ്പിന്റെ സ്ക്വാഡിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ വേൾഡ് കപ്പിന്റെ സ്ക്വാഡ് പ്രഖ്യാപനം പോലും വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ബ്രസീൽ എന്ന ആ ഒരു ബാഡ്ജാണ് അവിടെ മെയിൻ, അല്ലാതെ ഒരു പ്ലെയറിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു ടീമോ ഒരു മാനേജ്മെന്റ് സിസ്റ്റമോ അല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നെയ്മറെ ആളുടെ ടാക്ടിക്സിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. നെയ്മറുടെ ഒരു ഇറക്കം ഉണ്ട്, അതിപ്പോഴേ അല്ല. വേൾഡ് കപ്പില് നെയ്മർ വന്ന് ഒന്നാടി തിമിർക്കുന്ന ഒരു ഗെയിം ഉണ്ട്. അതെപ്പോഴാണ് എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അത് ഇറക്കേണ്ട സമയത്ത് ഇറക്കേണ്ടടുത്ത് ഇറക്കേണ്ടവർക്കെതിരെ കാർലോ നെയ്മറെ ഇറക്കിയിരിക്കും. നെയ്മർ വരും, കളിക്കും. താങ്ക് യു.